പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ രാവിലെ 11 മണിക്ക് ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ഉച്ചയ്ക്ക് ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലുമാണ് മോദിയുടെ പ്രചാരണ പരിപാടികൾ. തൃശൂർ, ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ എൻഡിഎ സ്ഥാനാർത്ഥികളും കുന്നംകുളത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം രണ്ടാം തവണയാണ് മോദി സംസ്ഥാനത്ത് എത്തുന്നത്. അതേസമയം രണ്ടാംഘട്ട പ്രചരണത്തിനായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിക്ക് മണ്ഡലത്തിൽ 6 പരിപാടികളാണ് ഇന്നുള്ളത്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, വെള്ളമുണ്ട എന്നിവിടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന രാഹുൽ പുൽപ്പള്ളിയിലെ കർഷക സംഗമത്തെയും അഭിസംബോധന ചെയ്യും. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന UDF റാലിയിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. നമുക്ക് ആദ്യം നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലേക്ക് പോകാം. കുന്നംകുളത്ത് നിന്ന് എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, എത്ര മണിക്കാണ് മോദി കുന്നംകുളത്ത് എത്തുക? അദ്ദേഹത്തിന്റെ സമയക്രമം എങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു? പൊതുപരിപാടി എപ്പോൾ തുടങ്ങും? അശ്വതി, പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും ആവേശം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശൂർ ജില്ലയിലെത്തുകയാണ്. ഇത് 3ാം തവണയാണ് പ്രധാനമന്ത്രി തൃശൂരിലെത്തുന്നത്. അല്പസമയത്തിനകം, അതായത് 10:30 ഇവിടെയുള്ള കുന്നംകുളം ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം പറന്നിറങ്ങും. അതിനുശേഷം 11 മണിയോടുകൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തൃശൂരിൽ അദ്ദേഹം ഏറ്റവും വലിയ വനിതകളുടെ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ആദ്യം പങ്കെടുത്തത്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുത്തു. പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂർ ജില്ലയിൽ വീണ്ടും എത്തുന്നത്. നമുക്കറിയാം, അതിന് തൊട്ടു മുമ്പ് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പാലക്കാട് ജില്ലയിൽ, തൊട്ടടുത്തുള്ള ജില്ലയിൽ എത്തി എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം അവിടെ റോഡ് ഷോയിലും മറ്റും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ റോഡ് ഷോ ഒന്നുമില്ല, ഇവിടെ പൊതുസമ്മേളനം മാത്രമാണ്. അദ്ദേഹം സംസാരിക്കും, വളരെ വിശദമായി തന്നെ സംസാരിക്കും. 3 സ്ഥാനാർത്ഥികൾ, അതായത് ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഈ മണ്ഡലവുമായി അതിരിടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ എത്തുക. പ്രധാനമായും ആലത്തൂർ, ഇത് ശരിക്കും ഈ പരിപാടി നടക്കുന്ന ഇത് ആലത്തൂർ മണ്ഡലത്തിൽ വരുന്ന സ്ഥലമാണ്. ഇവിടെ ഡോക്ടർ TN സരസുവാണ് NDA സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് നിവേദിതയുണ്ട്. തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി തുടങ്ങിയവരുടെ ഒപ്പമാണ് നരേന്ദ്രമോദി ഇവിടെ വേദിയിൽ പരിപാടികൾ പങ്കെടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നമുക്കറിയാം, വലിയ ആവേശം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓരോ വരവിനെയും കേരളത്തിൽ ഉണ്ടാവുന്നത്. അതനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി പോകുന്ന, അതായത് ഈ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്കും മറ്റും പോകുന്ന വാഹന ഗതാഗതമെല്ലാം തന്നെ മറ്റു പല വഴിക്ക് തിരിച്ചുവിട്ടിട്ട് ഗതാഗത പരിഷ്കരണം നടത്തിയ ശേഷം ആളുകളെ തന്നെ പരിശോധിച്ച ശേഷം വളരെ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പോലീസ് സന്നാഹമുണ്ട്. അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ ഇവിടെ കൃത്യമായി പരിശോധന നടത്തിയ ശേഷമാണ് വാഹനങ്ങളും ഒപ്പം തന്നെ ആളുകളെയും ഈ പരിസരത്തേക്ക് കടത്തിവിടുന്നത്. വിനേഷ്, നമുക്ക് ഇപ്പോൾ വിനേഷ് നിൽക്കുന്ന ഈ പൊതുപരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗമാണല്ലോ എത്തുന്നത്. ഇത്രയും സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ഈ റോഡ് ഷോയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? പ്രധാനമന്ത്രിയെ കാണുമ്പോൾ, പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ റോഡിന് ഇരുവശത്തുമൊക്കെ ആളുകൾ തടിച്ചുകൂടുന്നത് പതിവാണല്ലോ. അത്തരത്തിൽ അങ്ങനെ ആളുകൾ വരികയാണെങ്കിൽ മോദി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെയുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ റോഡ് ഷോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അശ്വതി, ഔദ്യോഗികമായ ഒരു റോഡ് ഷോ ഒന്നും ഇല്ല. അങ്ങനെ അവരുടെ ഷെഡ്യൂളിൽ അങ്ങനെ റോഡ് ഷോ ഇല്ല. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം, കാരണം ഈ ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം അരമണിക്കൂറിലധികം സമയം വേണ്ടതുണ്ട്. 15 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയിൽ സമയം വേണ്ടതുണ്ട്. കാരണം 10:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇവിടെ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുക. അവിടെ നിന്ന് ഒരുപക്ഷെ അദ്ദേഹം വരുമ്പോൾ തുറന്ന വാഹനത്തിൽ എന്തെങ്കിലും കയറാൻ സാധ്യത ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അങ്ങനെ എന്തെങ്കിലും അറേഞ്ച് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ നിലവിൽ ഔദ്യോഗികമായി റോഡ് ഷോ ഇല്ല. കാരണം ഈ പൊതുസമ്മേളനത്തിൽ മാത്രമാണ് അദ്ദേഹം സംസാരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതല്ല. പ്രധാനമായും അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഒരുപക്ഷെ വലിയ ആൾക്കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇറങ്ങാനുള്ളൊരു സാധ്യതയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അദ്ദേഹം വന്ന പരിപാടികളിലൊക്കെ അത്തരത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് അറിയാം. എന്തായാലും പോലീസ് ഇവിടെ സ്ഥലത്തുണ്ട്. ആ ശ്രീകൃഷ്ണ കോളേജ് മുതൽ ഇവിടം വരെ, അതായത് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ എത്തുന്ന ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട് മുതൽ ഇവിടെ പരിപാടി നടക്കുന്ന കുന്നംകുളത്തുള്ള ഈ മൈതാനം വരെ നീണ്ടുകിടക്കുന്ന പോലീസ്, 2 ഭാഗത്തും പോലീസ് കൃത്യമായി തന്നെ ഇവിടേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള 2 റോഡുകളിലും
ആളുകൾ കടന്നു വരികയും വാഹനങ്ങൾ പോവുകയും ചെയ്യുന്ന റോഡുകളിൽ വളരെ കൃത്യമായ പരിശോധനകൾ നടത്തുകയും അവരുടെ കൃത്യമായി തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ള ID കാർഡും എല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. എന്തായാലും മോദിയെ കാണാൻ വേണ്ടി രാവിലെ 9 മണിയോടുകൂടി തന്നെ 9 മണിക്ക് മുമ്പ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, നമുക്കൊരു 8:30 തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ പന്തലിലേക്ക്, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പന്തലിലേക്കാണ് പ്രധാനമായും, ഇവിടെയാണ് പൊതുസമ്മേളനം നടക്കുന്നത്. ഇവിടേക്ക് 8:30 തന്നെ ആളുകൾ കടന്നു വരുന്നുണ്ട്. 10 മണിക്ക് മുമ്പായി തന്നെ എല്ലാവരും പരമാവധി ഇതിനകത്ത് കയറിയിരിക്കണം, പരിശോധനകൾ പൂർത്തിയാക്കി ഇതിനകത്ത് കയറിയിരിക്കണം എന്ന് കൃത്യമായി തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുടെ നിർദ്ദേശമുണ്ട്. പോലീസും ഒപ്പം തന്നെ SPGയും ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി തന്നെയാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി തന്നെയുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും മോദി കൃത്യം 10:30 തന്നെ ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജിൽ ഇറങ്ങും. അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുക. അത് തുറന്ന വാഹനത്തിലോ അത്തരത്തിലൊരു റോഡ് ഷോ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരുപക്ഷെ അങ്ങനെ ഒരു തുറന്ന വാഹനത്തിൽ അദ്ദേഹം കയറി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാണ്. അതാണ് വിനേഷിന്റെ പുറകിലായി തന്നെയൊക്കെ ആളുകൾ, നിരവധി പേർ, സ്ത്രീകളടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ തവണയും മോദി എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അതാണ്. മോദിയെ ഒന്ന് കാണാനായി എത്തുന്ന വീട്ടമ്മമാരടക്കമുള്ള നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം ഈ വേദിയിൽ ഇത്തവണ ഈ കേന്ദ്ര പദ്ധതികൾ ലഭിച്ച ഉപഭോക്താക്കൾ അവര് പ്രധാനമന്ത്രിയുമായി വേദി പങ്കിടുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പ്രസംഗം ഉറ്റുനോക്കുന്ന കാര്യം, BJP പ്രകടന പത്രിക ഇന്നലെയാണ് പുറത്തിറക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയുള്ള ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രസംഗം ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. തീർച്ചയായും അശ്വതി, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നരേന്ദ്രമോദി, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി നരേന്ദ്രമോദി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണവും അത് തന്നെയാണ്. കാരണം ഇവിടെ തൃശ്ശൂർ വലിയൊരു സാധ്യത, തൃശ്ശൂരും അതുപോലെ തന്നെ സമീപ ജില്ലയായ പാലക്കാടും BJPക്ക് വിദൂര ഭാവിയിലാണെങ്കിൽ പോലും വലിയ സാധ്യതയുണ്ടെന്ന് BJP വിലയിരുത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനങ്ങളും, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഉത്തരേന്ത്യയിലെല്ലാം തന്നെ BJPയുടെ പ്രകടന പത്രികയൊക്കെ വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോഴും കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായി അത് അത്രത്തോളം ആരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലൊരു സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് BJPയുടെ ഒരു വിലയിരുത്തൽ. കാരണം കേരളത്തിലേക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം തന്നെ BJPക്ക് പരുവമായ രീതിയിലേക്ക് ഇവിടുത്തെ മണ്ണ് മാറും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് തുടർച്ചയായുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനങ്ങൾ. നമുക്കറിയാം, ഇത് ഈ 2-3 മാസത്തിനിടയിൽ നിരവധി തവണയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ടുള്ളത്. അത് വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അണികളും അതുപോലെ തന്നെ നേതാക്കളും എല്ലാം തന്നെ ഏറ്റെടുത്തത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ഊർജം നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം. എന്തായാലും സുരേഷ് ഗോപിയും, തൃശ്ശൂർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് നിവേദിതയും ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ ആലത്തൂർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസ് ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. എന്തായാലും എല്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും വാഹനങ്ങളിലും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടുന്ന് കാണാൻ കഴിയും. കൃത്യം 10:30 ആകുമ്പോൾ പൂർണ്ണമായും ഈ റോഡുകളിലൂടെ ഈ മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. ഇപ്പോൾ തന്നെ പോലീസ് വാഹനങ്ങളും അതുപോലെ തന്നെ VIP-കളുടെ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. മറ്റൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. മറ്റു വഴിക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. സ്ഥിരമായി ബസ്സും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണിത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുകൾ നടന്നു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഒപ്പം തന്നെ പോലീസ് എല്ലാ സ്ഥലത്തും പരിശോധനയുണ്ട്. നേതാക്കളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടി 8:30 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യം 10:30 തന്നെ മോദി തൃശ്ശൂരിൽ ശ്രീകൃഷ്ണ കോളേജിൽ പറന്നിറങ്ങും. അതിനുശേഷമായിരിക്കും 11 മണിയോടുകൂടിയാണ് ഇവിടെ എത്തുക. 11 മണി മുതൽ 12 മണി വരെയാണ് ഇവിടെ പൊതുസമ്മേളനം. 12 മണിക്ക് അദ്ദേഹം തിരിച്ചു പോകും. അതുവരെയാണ് ഇവിടെ പരിപാടികൾ ഉണ്ടാകുക. 1 മണിക്കൂറാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. അതിൽ അദ്ദേഹം എത്ര സമയം സംസാരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും പ്രധാനമന്ത്രി ഒരു അരമണിക്കൂർ വരെയൊക്കെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ കഴിഞ്ഞ പരിപാടികളിലെല്ലാം തന്നെ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ വളരെ വിവരിച്ച് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വരും കാലങ്ങളിലുള്ള പ്രവർത്തന രീതികൾ സംബന്ധിച്ചും പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി വളരെ വ്യക്തതയോടുകൂടി തന്നെ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.